പ്രതിച്ഛായ എന്ന സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കിഡ്ലൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ ഒരു പ്രൊപ്പഗണ്ട ഫിലിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ട നേതാക്കന്മാരുടെ ഒരു പകർപ്പ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ ഫിക്ഷനും കൂടി ചേർത്തിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം പറയുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്. ഷാജി കൈലാസിൻ്റെ, ജോഷിയുടെ, IV ശശിയുടെ. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പ്രതിച്ഛായ. കുറച്ച് ഒരു ലെങ്തിയാണ് സിനിമ, കുറച്ച് ഇടയ്ക്ക് ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ കൂടിയാണ് ഈ സിനിമ. നമുക്ക് ഓരോ സീനുകൾ വരുമ്പോഴും അടുത്ത എന്താണ് സംഭവിക്കാമെന്ന് നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല ഈ സിനിമ കണ്ടിട്ട്. അപ്പോൾ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയായാലും തിരക്കഥയായാലും അതിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും ക്യാമറ വർക്ക്, വിഷ്വൽസ്, ഫ്രെയിമുകളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, നിവിൻ പോളി ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. പുള്ളി ഒരു രക്ഷയില്ല, നല്ല രസമായിട്ട് തന്നെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോൻ്റെ കഥാപാത്രം, പുള്ളി ആ റോള് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ, ആ സംഭവമൊക്കെ നല്ല ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രതിച്ഛായ.